എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരെയും ചിലരെ പ്രവാചകന്മാരെയും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരെയും നിയമിച്ചിരിക്കുന്നു. ഈ നിയമനത്തിന് ഈ ട്രാക്കിൽ കറക്റ്റായിട്ട് ഓടിയാലേ നമുക്ക് ട്രോഫി വാങ്ങാൻ ഒക്കത്തുള്ളൂ. ഓരോരുത്തരുടെ ദൈവം അപ്പോയിന്റ് ചെയ്ത് നമ്മുടെ മേൽ കിടക്കുന്ന വിളി എന്തുവാന്നും നമ്മുടെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തുവാന്നും കറക്റ്റ് അറിഞ്ഞു വേണം നമ്മൾ ഓടുവാനായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ കോൾ നമ്മളെ വിളിക്ക് തക്കവണ്ണം നമ്മളെ ഏത് വിളിയാണോ നമ്മുടെ മേൽ കിടക്കുന്നത് ആ ട്രാക്കിൽ വേണം നമ്മൾ ഓടാനായിട്ട്. നമ്മൾ ട്രാക്കിൽ ഓടാൻ ശ്രമിക്കുമ്പോഴാ ഇടയ ശുശ്രൂഷ ചെയ്യുന്നവൻ പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാ തെറ്റിപ്പോകുന്നത്. ചെയ്യത്തില്ലെന്നല്ലത് പറഞ്ഞ് ദൈവം ചെയ്യിപ്പിക്കും അവനെ കൊണ്ട്. പക്ഷേ ആ സീസൺ വരെ നീ വെയിറ്റ് ചെയ്യണം. നിന്റെ ട്രാക്കിൽ കറക്റ്റായിട്ട് ഓടിയാൽ നിനക്ക് വിജയിക്കാനും ഒക്കും, ട്രോഫികൾ മേടിക്കാനും ഒക്കും. അപ്പം നമ്മുടെ ട്രാക്ക്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഈ ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നാം തിരിച്ചറിയുക, നമ്മുടെ ട്രാക്കിൽ ഓടുക. കാരണം അവസാന നിമിഷത്തിൽ ആ റാപ്ചറിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ വിശ്വസ്തദാസനുള്ള വിളിക്കായാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രാക്ക് മാറി ഓടാതിരിക്കാൻ പ്രത്യേകത ശ്രദ്ധിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.